നമസ്കാരം. പ്രകൃതി നമുക്കായി വളരെയധികം വിസ്മയങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ശാസ്ത്ര ലോകത്തിനു പോലും വിവരിക്കാൻ പറ്റാത്തത്ര അത്ഭുതങ്ങൾ. അത് കാണാൻ കഴിയുന്ന നാം എത്ര ഭാഗ്യവാന്മാരാണല്ലേ. അത്തരത്തിലുള്ള പാറകളുടെ വിസ്മയവുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത്. പോകാം BK വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്. ആദ്യം തന്നെ നമുക്ക് ഫാൻറ്റം റോക്ക് എന്ന വിശേഷപ്പെട്ട പാറയിലേക്ക് പോകാം. ഈ ഫാൻറ്റം റോക്ക് എന്നത് വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുഖം മൂടിയണിഞ്ഞ ഫാൻറ്റത്തിന്റെ സാഹസിക കഥകൾ ലോക പ്രശസ്തമാണ്. ആ ഫാൻറ്റത്തിന്റെ പേരിൽ അതേ രൂപഭാവങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകൃതിദത്തമായ ഒരു പാറയാണ് ഇത്. മീനങ്ങാടി 54 നിന്ന് അമ്പലവയലിലേക്കുള്ള റോഡിൽ നിന്ന് നോക്കത്താ ദൂരത്ത് നിലകൊള്ളുന്ന ഫാൻറ്റം റോക്ക്. പോകുന്ന യാത്രയിൽ ഈ വഴിയിലെ പല പോയിന്റുകളിൽ നിന്നും ഫാൻറ്റം റോക്കിന്റെ ഗാംഭീര്യം തുളുമ്പുന്ന ദൃശ്യം എല്ലാ തനിമയോടെയും നമുക്ക് കാണാനാവും. പാറക്കൂട്ടങ്ങളുടെ മനോഹരമായ 360 ഡിഗ്രി ചിത്രവും കാണാം. ഫാൻറ്റം എന്ന കാർട്ടൂൺ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ആകാര സൗഷ്ഠവവും മുഖരൂപവും വ്യക്തമായി കാണാൻ സാധിക്കും. പാറയുടെ തൊട്ടടുത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ രൂപഭാവങ്ങൾ ഇത്ര വ്യക്തമായി കാണാൻ സാധിക്കാറില്ല. എന്നാൽ വഴിയിൽ നിന്നുള്ള കാഴ്ച ആസ്വദിക്കുകയാണെങ്കിൽ നമ്മുടെ മനം കുളിർപ്പിക്കുന്നൊരു കാഴ്ച തന്നെയാണത്. മെയിൻ റോഡിൽ നിന്ന് 100 മീറ്ററോളം നടന്നാൽ ഫാൻറ്റം റോക്കിലെത്താം. ഉയർന്നു നിൽക്കുന്ന മലയുടെ മുകളിൽ പൊടുന്നനെ മാനത്തേക്ക് കുത്തനെ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു വലിയ പാറ. മലയുടെ മുകളിലേക്ക് എടുത്തു വെച്ചതുപോലുള്ള കൂറ്റൻ പ്രകൃതിദത്ത നിർമ്മിതി. ഇവിടെ നിന്ന് നോക്കിയാൽ അകലെ കൊളകപ്പാറ, അമ്പുകുത്തിമല, ചീങ്ങേരിപ്പാറ മുതലായവ നമുക്ക് കാണാൻ സാധിക്കും. പാറകൾക്കിടയിലെ വിടവിലൂടെ അകലേക്ക് നോക്കിക്കാണുന്ന ദൃശ്യം മനസ്സിന് വളരെയധികം സന്തോഷമാണ് പകരുന്നത്. അടുത്തതാണ് വാഗമണ്ണിലെ തങ്ങൾ പാറ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന വാഗമണ്ണിലെ ഒരു ആത്മീയ കേന്ദ്രമാണ് തങ്ങൾപ്പാറ. സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാറയിലേക്ക് എത്തണമെങ്കിൽ ഏതാണ്ട് 1/2 കിലോമീറ്ററോളം കുത്തനെയുള്ള പാറയിൽ കൂടി നാം നടന്നേ ഒക്കുള്ളൂ. ഗോളാകൃതിയിലുള്ള വലിയൊരു പാറയാണ് ഇവിടെയുള്ളത്. 800 വർഷങ്ങൾക്ക് മുൻപ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും കേരളത്തിൽ വന്ന സൂഫി സന്യാസി ഇവിടെ ഏകനായി ധ്യാനത്തിലിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആയതിനാൽ ഈ സ്ഥലം സംരക്ഷിച്ചു പോരുന്നു. തങ്ങൾപ്പാറ എന്നും ഫരീദ് മൗലിയുടെ മഖാം എന്നും അറിയപ്പെടുന്നു. ഫരീദ് എന്നാൽ ഏകനായി ധ്യാനത്തിനിരിക്കുന്നയാൾ, മഖാം എന്നാൽ ധ്യാനസ്ഥലം എന്നുമാണ് അർത്ഥമാക്കപ്പെടുന്നത്. എന്തൊക്കെയായാലും വാഗമണ്ണിലെ ഈ തങ്ങൾപ്പാറ കാണുവാനായിട്ട് ഏറെ ജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അടുത്തതായി നമ്മൾ അറിയാൻ പോകുന്നത് തൂങ്ങാംപാറയെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയിൽ നിന്നും 2 കിലോമീറ്റർ മാറി നെയ്യാറ്റിൻകര റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് തൂങ്ങാംപാറ. ഈ പ്രദേശത്ത് വലിയ തൂക്കായ ഒരു പാറയാണുള്ളത്. തൂക്കായ പാറയ്ക്ക് തൂക്കാൻ പാറയെന്നും പിൽക്കാലത്ത് തൂങ്ങാംപാറയെന്നും പേരുണ്ടായി. പ്രശസ്തമായ ഇറയൻകോട് മഹാദേവ ക്ഷേത്രം, ലോകത്തിലെ ആദ്യത്തെ സെന്റ് ത്രേസ്യ ദേവാലയം എന്നിവ തൂങ്ങാംപാറയെ പ്രശസ്തമാക്കുന്നു. അടുത്തതായി നാം കാണാൻ പോകുന്നത് മനുക്കുന്നുമലയാണ്. മനുക്കുന്നുമല കയറാം, മഹാവിഷ്ണുവിനെ കാണാം എന്നാണ് ചൊല്ല്. വയനാട് ജില്ലയിൽ മേപ്പാടി, മൂട്ടിൽ പഞ്ചായത്തുകളിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയോടുമായി പരന്നു നിൽക്കുന്ന പാറക്കെട്ടുകളും മലനിരകളുമാണ് മനുക്കുന്ന് അല്ലെങ്കിൽ മണിക്കുന്നുമല എന്നറിയപ്പെടുന്നത്. പാറക്കെട്ടുകളും ചെരുവുകളും താണ്ടി ജാതിമത ലിംഗ പ്രായഭേദമന്യേ ആയിരങ്ങളാണ് പതിവ് പോലെ മീനമാസത്തിൽ ഇവിടെ എത്തുന്നത്. 1500 വർഷത്തിലേറെ പഴക്കമുള്ള മനുവിന്റെ സ്വയംഭൂ വിഗ്രഹം ദർശിക്കാൻ എല്ലാ വർഷവും മലയാള കലണ്ടറിലെ മീനമാസത്തിലെ ഉത്രം നാളിലാണ് വിശ്വാസികൾ ഈ മല കയറുന്നത്. ഭാരതത്തിലെ ഋഷിമാരിൽ മഹാനായ മനു മഹർഷി ഈ മലനിരകളിൽ തപസ്സിരുന്ന് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയെന്നാണ് ഐതിഹ്യം. 18 കാവുകളുടെ മൂലകേന്ദ്രമായ മനുക്കുന്നുമലയിൽ ദിവസവും ഒരു നമ്പൂതിരി പൂജാകർമ്മങ്ങൾക്കായി മല കയറാറുണ്ടെന്നും പ്രായത്തിന്റെ ബുദ്ധിമുട്ട് തുടങ്ങിയപ്പോൾ വർഷത്തിലൊരിക്കൽ മാത്രം മല കയറി 365 ദിവസത്തെ പൂജാകർമ്മങ്ങൾ ഒരുമിച്ച് ചെയ്താൽ മതിയെന്ന് അദ്ദേഹത്തിന് ദർശനമുണ്ടായെന്നുമാണ് പഴമക്കാർ പറയുന്നത്. വിഷ്ണു ദർശനത്താൽ മനം നിറഞ്ഞ വിശ്വാസികൾ മലമുകളിൽ നിന്നും പൊട്ടിച്ച മുളവടിയും കുത്തിപ്പിടിച്ചാണ് മലയിറങ്ങുക. തൃക്കൈറ്റയിൽ നിന്നും കോട്ടയിൽ ഭാഗത്തു നിന്നും മല കയറിയ ഭക്തർ അതേ ഭാഗത്തുകൂടി തന്നെ ഇറങ്ങണമെന്നാണ് വിശ്വാസം. മലയിറങ്ങിയവർക്ക് തൃക്കൈപ്പറ്റ ശിവക്ഷേത്ര പരിസരത്തും കോട്ടയിൽ ഭഗവതി ക്ഷേത്ര പരിസരത്തും ചക്കയും കിഴങ്ങുകളും ഉപയോഗിച്ചുണ്ടായ പുഴുക്കും കഞ്ഞിയും വിതരണം ചെയ്യും. ഇതിന്റെ രുചി വേറെ എവിടെയും ലഭിക്കില്ലെന്ന് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈരാറ്റുപേട്ടയ്ക്ക് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽ കല്ലിലേക്ക് ഇന്ന് സഞ്ചാരികളുടെ പ്രവാഹമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഉയരത്തിലാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. കുളിരണിയിക്കുന്ന കാറ്റും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുമാണ് ഇവിടുത്തെ സവിശേഷത. നിരവധി അരുവികൾ ഇവിടെ കാണാം. ഇവയെല്ലാം ഒന്നു ചേർന്ന് മീനച്ചിലാറായി ഒഴുകിയിറങ്ങുന്നു. 3 പാറക്കൂട്ടങ്ങളുടെ സംയോജനമാണ് ഇല്ലിക്കൽ കല്ല്. അവയിൽ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ല് എന്നാണ് അറിയപ്പെടുന്നത്. സർപ്പക്കല്ല്, കുരിശിട്ടകല്ല് എന്നിവയാണ് തൊട്ടടുത്തുള്ള പാറകൾ. മഹാഭാരത കഥകളുമായി ബന്ധമുള്ള സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല് എന്നും പറയപ്പെടുന്നു. വനവാസകാലത്ത് പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും ഇവിടെ താമസിച്ചിരുന്നത്രേ.
ഒരു ദിവസം പാഞ്ചാലി ഭക്ഷണം നൽകാൻ വൈകിയതിൽ കുപിതനായ ഭീമൻ ഒരു ഉലക്കയെടുത്ത് ദൂരേക്കെറിഞ്ഞു. ഇത് കൂടക്കല്ലിന്റെയും കൂനൻ കല്ലിന്റെയും ഇടയിലാണ് പതിച്ചത്. ഇവിടെ തോടുണ്ടായി, ഒലക്കപ്പാറ തോട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഉലക്ക വീണുണ്ടായി എന്ന് പറയപ്പെടുന്ന വലിയ ദ്വാരം ഇന്നും കാണാൻ കഴിയുന്നു. ഉദയസൂര്യന്റെ ആദ്യ കിരണങ്ങൾ ആ ദ്വാരത്തിലൂടെ തുളച്ചു വരുന്നത് മങ്കൊമ്പ് ക്ഷേത്രം മുറ്റത്ത് നിന്നാൽ കാണാൻ സാധിക്കും. അത്ഭുത ഔഷധ സസ്യമായി നീലക്കൊടുവേലി ഇവിടെ ഉണ്ടെന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം. അടുത്തതായി ഞാൻ കാണിക്കുന്നത് അടയാളക്കല്ല് എന്ന പ്രസിദ്ധമായ ഒരു കരിങ്കൽ പാളിയാണ്. ഇടുക്കി ജില്ലയിലെ കൊച്ചുകാമാക്ഷിയിലെ അടയാളക്കല്ല് എന്നത് നവീന ശിലായുഗത്തിലെ ആളുകൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അസംസ്കൃത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൊത്തിയെടുത്ത ഒരു വലിയ കരിങ്കൽ പാളിയാണ്. ഏകദേശം 15 അടി ഉയരവും 4 അടി വീതിയും 20 സെന്റിമീറ്റർ കനവുമുള്ള ഈ കല്ല് ഉയർന്ന സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. പരന്നതും വൃത്താകൃതിയിലുള്ളതുമായ ഒരു ഉയരമുള്ള കുന്നിന്റെ മധ്യത്തിലാണ് അടയാളക്കല്ല് കാണപ്പെടുന്നത്. ഇത് ദിവസം തോറും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് കല്ല് സ്ഥാപിച്ചിരിക്കുന്നത്. വടക്കു ഭാഗത്തേക്ക് ചെറുതായി വളഞ്ഞിരിക്കുന്ന തറനിരപ്പിന് താഴെയുള്ള കല്ലിന്റെ ആഴം അറിയില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാന വ്യക്തികളുടെ ശവപ്പെട്ടികൾക്ക് മുകളിലാണ് അടയാളക്കല്ല് അല്ലെങ്കിൽ നടുക്കൽ കല്ല് സ്ഥാപിച്ചിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉയരമുള്ള പുൽമേടുകൾക്കിടയിലൂടെ വീശുന്ന ശക്തമായ കാറ്റ് മധ്യകാല ജനതയുടെ രക്തത്തിന്റെയും വിയർപ്പിന്റെയും ഗന്ധം വഹിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. പറയപ്പെടാത്ത നിരവധി കഥകൾ നമ്മുടെ ഭാവനകളെ ഉണർത്തുന്നു. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളുള്ള കുന്നിൻ മുകളിൽ നിന്നുള്ള കാഴ്ച ശരിക്കും മറക്കാനാവാത്ത ഒരു കാഴ്ച തന്നെയാണ്. ചെമ്പകപ്പാറയ്ക്ക് സമീപമുള്ള പ്രദേശത്താണ് ഈ ഭാഗം സ്ഥിതി ചെയ്യുന്നത്. വളരെയധികം സഞ്ചാരികളാണ് ദിവസം തോറും അങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. അടുത്തതായി ഞാൻ പറയുന്നത് ലോകവിസ്മയങ്ങളിൽ തന്നെ ഒന്നായ ജഡായുപ്പാറയെ പറ്റിയാണ്. ജഡായുപ്പാറയിൽ നിൽക്കുമ്പോൾ മറ്റേതോ ഭൂമിയിൽ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ത്രേതായുഗത്തിനെ വിവരിക്കുന്ന സംഭവങ്ങൾ ഇത്രയും സ്പഷ്ടമായി കലിയുഗത്തിൽ തെളിവുകൾ സഹിതം കാണുന്നത് വളരെ അപൂർവമാണ് എന്ന് രുദ്രാക്ഷമാല എന്ന തന്റെ പുസ്തകത്തിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി പറയുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 850 അടി ഉയരത്തിലുള്ള ഒരു അത്ഭുതമാണ് ഇത്. പശ്ചിമഘട്ട സാനുക്കളുടെ മടിത്തട്ടാണിത്. മരതകപ്പട്ടണിഞ്ഞ മലമടക്കുകൾ ധാരാളമുണ്ട് ഇവിടെ. വയ്യാനം മല, പാവൂർ മല, ആലത്തറ മല, ഇളമ്പ്രക്കോട് മല, ആർക്കന്നൂർ മല, തേവന്നൂർ മല, അങ്ങനെ ഒരുപാട് മലനിര. ഈ പാറയ്ക്ക് മുകളിലുള്ള ആകാശ വഴികളിലൂടെയാണ് ഒരു പുഷ്പക വിമാനം പറന്നുപോയതെന്നും അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ നിലവിളി മുഴങ്ങിയതെന്നും സ്വന്തം ജീവൻ പെടിഞ്ഞ പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ പറന്നുയർന്ന പക്ഷിശ്രേഷ്ഠൻ ചിറകറ്റ് വീണതും ഇവിടെ തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അധർമ്മത്തിന്റെ ചന്ദ്രഹാസമേറ്റ് നിലംപതിച്ച ആ പക്ഷി വീണ്ടും ഈ കലിയുഗത്തിൽ പുനർജനിക്കുകയാണ് ഈ പാറയിൽ. ലോകാത്ഭുതമാകാനുള്ള തയ്യാറെടുപ്പാണിത്. ചടയമംഗലത്തിന് സമീപമുള്ള മലകൾക്ക് നടുവിലാണ് ജഡായുപ്പാറയുടെ സ്ഥാനം. ആകാശവും ഐതിഹ്യവും അതിരിടുന്ന ഇവിടെ ഓരോ പാറയും ഓരോ ശില്പം പോലെ. ഒരിക്കൽ കണ്ടവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത മനോഹാരിതയുണ്ട് ഇവിടെ പ്രകൃതിക്ക്. ആ പാറകളിൽ ഒരു ശില്പി കണ്ട സ്വപ്നങ്ങളുടെ തുടർച്ചയാണ് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഈ ജഡായു ശില്പം. മലയാളികൾ കേട്ടു വളർന്നിട്ടുണ്ട് ആ കഥ, ജഡായു എന്ന പക്ഷിയുടെ കഥ. സീതാപഹരണം നടത്തിയ രാവണൻ പുഷ്പക വിമാനത്തെ ശ്രീലങ്കയിലേക്ക് പറന്നത് ജഡായുമംഗലത്തിന് മുകളിലൂടെയാണെന്നാണ് വിശ്വാസം. രക്ഷിക്കണേ എന്ന സീതയുടെ നിലവിളി കേട്ട ജഡായു വാസസ്ഥലമായ പാറയിൽ നിന്ന് പറന്നുയർന്ന് രാവണനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നു. ഈ യുദ്ധം നടന്ന സ്ഥലം പേരാടം എന്ന പേരിൽ ഇപ്പോഴുമുണ്ട്. ജഡായുവുമായുള്ള യുദ്ധത്തിൽ തോൽവിയോടടുത്ത രാവണന് തന്റെ ദിവ്യായുധമായി ചന്ദ്രഹാസം പ്രയോഗിക്കേണ്ടി വന്നു. ശിവഭക്തനായ രാവണൻ ശിവനെ തപസ് ചെയ്ത് വരമായി കിട്ടിയ ആയുധമാണ് ചന്ദ്രഹാസം. ഈ ആയുധം നന്മയുള്ളവർക്ക് നേരെ പ്രയോഗിക്കരുതെന്ന പരമശിവന്റെ മുന്നറിയിപ്പ് രാവണൻ മറന്നുപോകുന്നു. ജഡായുവിന്റെ ഇടത് ചിറക് ശരീരത്തിൽ നിന്ന് വേർപെട്ട് നിലംപതിച്ച സ്ഥലം വെട്ടുവഴി എന്ന പേരിൽ അറിയപ്പെടുന്നു. അർത്ഥപ്രാണനായ ജഡായു താൻ താമസിച്ചിരുന്ന പാറയിൽ തന്നെ നിലംപതിച്ചു എന്നാണ് വിശ്വാസം. താൻ കാരണം ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന ജഡായുവിന്റെ അവസ്ഥയിൽ മനം വലിഞ്ഞ സീതാദേവി ശ്രീരാമദർശനത്തിനും അതുവഴി മോക്ഷപ്രാപ്തിയും ലഭിക്കട്ടെ എന്ന് ജഡായുവിനെ അനുഗ്രഹിച്ചു. സീതാന്വേഷണാർത്ഥം ജഡായുപ്പാറയിലെത്തിയ ശ്രീരാമൻ അർത്ഥപ്രാണനായി കിടക്കുന്ന ജഡായുവിനെ കാണുകയും ജഡായുവിന് മോക്ഷം നൽകുകയും ചെയ്തു. ജഡായുവിന്റെ ചെറുത്തുനിൽപ്പ് മൂലമാണ് രാവണന് ദിശ മാറ്റേണ്ടി വന്നതെന്നാണ് കഥകൾ. ചടയമംഗലത്ത് നിന്ന് പമ്പാ സരസിലേക്കും അവിടെ നിന്ന് ശബരിമലയിലേക്കും പിന്നീട് രാമേശ്വരം, ധനുഷ്കോടി വഴി ശ്രീലങ്കയിലേക്കും രാവണന്റെ പുഷ്പക വിമാനം പറന്നുപോയെന്നാണ് ഐതിഹ്യം. ശ്രീരാമദർശനം വരെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചുണ്ടു പാറയിൽ ഉരസി പ്രാണജല പ്രവാഹമുണ്ടാക്കിയെന്നാണ് വിശ്വാസം. അതിൽ നിന്ന് രൂപപ്പെട്ടതാണ് പാറയ്ക്ക് മുകളിലുള്ള തീർത്ഥക്കുളമെന്ന് വിശ്വസിക്കുന്നു. ഈ നീരുറവിയെ ഗംഗാതീർത്ഥമായ നാട്ടുകാർ സങ്കല്പിച്ചു പോരുന്നു. ജഡായുവിന്റെ വീരകഥകൾ കൊത്തിവെച്ച പാറകളാണിത്. ഇവിടെ കൊക്കരണിയിലുള്ളത് ഗംഗാതീർത്ഥം. ശ്രീരാമന്റെ പാദം സ്പർശിച്ച അടയാളവുമുണ്ട് ഇവിടെ പാറയ്ക്ക് മുകളിൽ. അതുകൊണ്ടാണ് രാമക്ഷേത്രമായി ഇവിടെ മാറിയത്. ജഡായുവും രാവണനും തമ്മിലുള്ള ആകാശയുദ്ധത്തിന്റെ അത്ഭുത ദൃശ്യമാണ് ഈ പാറയിൽ ഇവിടെ ആവർത്തിച്ച് കാണിക്കുന്നത്. ജഡായുവിന്റെ വലത്തെ കണ്ണിലൂടെ നോക്കിയാൽ ദൂരെ അറബിക്കടലിന്റെ വന്യമായ നീലിമ ദർശിക്കാം. ഇടത്തെ കണ്ണിലൂടെ നോക്കിയാൽ സമീപ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നു.
ജഡായുവിന്റെ ഒരു ശില്പച്ചിറകിൽ രാമായണ കഥ അനുഭവവേദ്യമാകുന്ന തിയേറ്റർ ഒരുക്കിയിരിക്കുന്നു. പാറയുടെ ഉപരിതലത്തിൽ നിന്ന് വീണ്ടും 250 അടി ഉയരത്തിലാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ഇതുപോലെ എത്രയെത്ര വിസ്മയങ്ങളാണ് പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അവയെല്ലാം കാണാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ കണ്ണുകൾ എത്ര മനോഹരം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.